മിനിയാന്നൊരു 10:30 കൂടെ ഒരു 10:30 ഒരു പാറിടിഞ്ഞ് വീഴുന്നത്. ആദ്യം മറ്റേ ലൈൻ പോസ്റ്റർ അവിടെ പൊട്ടിയത് സൗണ്ട് കേട്ടോണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കുന്നത്. അങ്ങനെയാണ് കാണുന്നത് ഈ പോസ്റ്റർ ഇടിഞ്ഞിരുന്നത്. പിന്നെ രാത്രി 2 മണിയായപ്പോഴത്തേക്കും ബ്ലോക്കെല്ലാം ഒഴിവാക്കി ഈ പാറ മാത്രമായിരുന്നു ഇന്നലെ മിനിയാന്നിട്ട് പൊട്ടിക്കാണ്ടായിരുന്നത്. അതിന് റോഹിത് ചേട്ടൻ, നമ്മുടെ കൊട്ടൂർ വൈസ് പ്രസിഡൻറ്റ്, ഷാജി പട്ടേൽ മെമ്പർ, പിന്നെ അംബാസഡർ മെമ്പർ, നാട്ടുകാരെല്ലാം കൂടെ സഹകരണത്തോടെ, കണ്ണൂർ റജി, എല്ലാവരും സഹകരണത്തോടെയാണ് നമ്മൾ ഇത്രയും ബ്ലോക്കൊക്കെ ഒഴിവാക്കിയത്. ഗതാഗത നിരോധനം ചിലപ്പോൾ അവിടെ ഇവിടെ കുന്നിടിയുന്നതിൻ്റെ പേരിൽ, മലയിടിയുന്നതിൻ്റെ പേരിൽ മറ്റേ ഒരാഴ്ചത്തേക്ക് കളക്ടർ ഇത് നിരോധാജ്ഞ ഉപയോഗിക്കുന്നത് വലിയ വണ്ടികൾക്ക് മാത്രം, ചരക്ക് വാഹനങ്ങൾക്ക് മാത്രം. ചെറിയ വണ്ടികൾ പോകുന്നതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. ബസ് ഗതാഗതം എന്ന് പറഞ്ഞാൽ അത് എന്താ കാരണം നമുക്കറിയത്തില്ല. കാരണം ബസ് ഓടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ബസ്സിന് എന്നാ സംഭവം പറഞ്ഞാൽ ബസ് ഓടിയില്ലെങ്കിൽ കണ്ണമ്പടിയുള്ള പിള്ളേർ സ്കൂൾ പിള്ളേരുടെ കാര്യമെല്ലാം കഷ്ടത്തിലാണ്. പിന്നെ നാട്ടുകാരുടെ കാര്യം ഇവിടെ നമുക്കിവിടെ പിന്നെ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ 120 രൂപ 130 രൂപ ഓട്ടോറിക്ഷ പൈസ കൊടുക്കണം അമ്പായത്തോട്ടിൽ നിന്ന്. കാരണം രാവിലെ സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് പോകാൻ ബസ്സില്ല. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് നാട്ടുകാരെല്ലാം കൂടിയിട്ട് എന്ത് തീരുമാനമാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അധികാരികളുടെ മുന്നിൽ വെച്ച് അധികാരികൾ തീരുമാനമാക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുന്നുണ്ട്. കാരണം ഇല്ല, സ്കൂൾ ബസ്സൊന്നുമില്ല. ഇല്ല, ഇവിടെ നമുക്ക് ഇവിടുന്ന് 4 കിലോമീറ്റർ പോയാലും ഇനി ബസ് കിട്ടുള്ളൂ. സ്കൂൾ ബസ് അല്ല, സ്കൂൾ ബസ്സല്ല, മറ്റേ പ്രൈവറ്റ് ബസ്. നിലവിൽ അവിടെ നിന്ന് ബസ് കിട്ടുള്ളൂ. അല്ലല്ല, ഇത് പ്രൈവറ്റ് ബസ് ഓടുന്ന റൂട്ടല്ലല്ലോ ഇത്. KSRTC ഓടുന്ന പിള്ളേരെല്ലാം KSRTCക്കെല്ലാം ഇവിടുന്ന് 10-100 പിള്ളേർ ഇവിടുന്ന് പോകുന്നതല്ലേ. പിന്നെ അത് അവർ ഇപ്പോൾ ഓടുന്നില്ല. എന്ത് കാരണം നമുക്കറിയത്തില്ല. അതാണ് വിഷയം. കൊട്ടിയൂർ ഹൈസ്കൂളിൽ കൊട്ടിയൂരുണ്ട്, കേരളത്തിൽ പഠിക്കുന്ന പിള്ളേരുണ്ട്, മണത്തറ പഠിക്കുന്ന പിള്ളേരുണ്ട്, അങ്ങനെ അങ്ങ് വരെയും പഠിക്കുന്ന പിള്ളേരുണ്ട്. പാറ പൊട്ടിയതിൻ്റെ ഇടിയെന്നുള്ള പേടിച്ചിട്ടാണ് ബസ്സിലാന്ന് പറയുന്നത്. അല്ലല്ല, ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ചത്തേക്കാണ്. അത് പറയാൻ പറ്റില്ല. ഇപ്പം നമുക്ക് മഴ ഇടിയെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മൾ കാണണം. എനിക്ക് തന്നെ 3 മക്കൾ സ്കൂളിൽ പോകുന്നവരാ. അതാണ് വിഷയം. നമ്മളിപ്പോൾ രാവിലെ ഇപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് പറഞ്ഞ് ബസ്സിന് അല്ല ഓട്ടോറിക്ഷയ്ക്ക് വിട്ടതിന് 130 രൂപയായി ഇവിടുന്ന് പോണതിന്. തിരിച്ച് ഇങ്ങോട്ട് വരുന്നത് 130 രൂപ, 260 രൂപ ഒരു ദിവസം നമ്മൾ കാണണപ്പോൾ. ഇന്നലെ ഇനി പണിയില്ലാത്ത സമയത്ത് ആർക്കും പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഡ്രൈവറാ, വണ്ടിപ്പണി. രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ മലയിടിക്കുന്നത് ഇവിടെ ഉരുള് സാധാരണ പൊട്ടാറ് 2018 ഉരുള് പൊട്ടി. ഇതിപ്പോൾ ഭീതി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഇപ്പം അല്ല വേറെ മാർഗമല്ലല്ലോ, ജീവിക്കണ്ട നമുക്ക്. അധികാരികളിപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, കാരണം ഞാനിപ്പോൾ അധികാരികൾ എന്ന് പറഞ്ഞാലിപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം എൻ്റെ വീട് നേരെ മുകളിലുള്ള വീടാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് താഴേക്ക് താമസം മാറ്റിയത്. കാരണം പേടിച്ചിട്ട് അവിടെ കുന്നിടി പേടിച്ചിട്ട് മാറിയേക്കുന്നതാണ്. പാറ പൊട്ടിച്ച് ഇടാൻ ഇനിയിപ്പോൾ പാറ ഇടാനുള്ള കല്ല് ഇടാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. രാത്രി കാരണം ഞാൻ കോട കയറി കഴിഞ്ഞാൽ ഒന്നും കാണാൻ കഴിയില്ല. നമുക്ക് ഇടിഞ്ഞ് കഴിഞ്ഞ് ഒന്നും കാണാൻ കഴിയില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നോക്കിയിട്ട് പോലെ ഇവിടെ മണ്ണിടിഞ്ഞ് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. തന്നെ വേറെ വണ്ടി വന്നപ്പോഴാണ് ആ ഘട്ടത്തിലാണ് നമ്മൾ കാണുന്നത് ഇടിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് രാത്രി നിരോധാജ്ഞ. എല്ലാ വണ്ടികൾക്കും, ചെറിയ വണ്ടികൾ അടക്കം മൊത്തം വണ്ടികൾക്കും. ഇല്ല, ബ്ലോക്ക് ചെയ്തില്ല. അത് അവരോട് നോക്കിക്കൊണ്ട് പൊക്കോളൂ, നിർത്തിക്കൊള്ളൂ. അവനവൻ്റെ ജീവനല്ലേ വലുത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വലിയ വണ്ടിക്ക് മാത്രമാണ്. വലിയ വണ്ടികൾ മാത്രം. ചരക്ക് വണ്ടികൾക്ക് മാത്രം ഉണ്ടായിരുന്നു നിലവിൽ പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ഓർഡർ ഇട്ടുള്ളൂ. ബസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ചരക്ക് വാഹനങ്ങളും ഹെവി വാഹനങ്ങളും ഹെവി വണ്ടികൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. ബസ് ഹെവി വണ്ടിയാണ് പാസഞ്ചർ എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. കാരണം ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഇരുട്ടി മുതൽ, അതായത് കാസർഗോഡ് മുതൽ രാവിലെ യാത്ര ചെയ്യുന്ന വഴിയായത്, റൂട്ടായത്. അപ്പോൾ അതങ്ങനൊരു വിഷയമുണ്ട്. അത് അധികാരികളൊന്ന് തീരുമാനം എടുക്കണം. കാരണം ഞാൻ നമുക്ക് സ്കൂളിൽ പോകാനും നമുക്ക് യാത്ര ചെയ്യാൻ ഞാനിപ്പോൾ ഓട്ടോറിക്ഷ വിളിച്ച് 130 രൂപ ഇവിടെ വന്നേക്കണം. ഇപ്പം അതൊക്കെയാണ് വിഷയങ്ങൾ.